നമ്മളൊക്കെ ചെറുതാടാ, നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. നീ അതെ ഇതെല്ലാം നിനക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നിട്ടൊന്തിനാടാ നിന്നെ എങ്ങനെയാടാ മാനിപ്പുലേഷൻ ചെയ്യാ? എന്റെ കേസ് നിങ്ങളൊന്നും മനസ്സിലാക്കടാ. അതായത് ഈ നിയാദ് എന്ന് പറയുന്ന 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലും വർഷങ്ങളായിട്ട് സ്ട്രീം ചെയ്തതും ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ആളുകൾ ചെറിയ കുട്ടികളടക്കം എന്റെ വീഡിയോ കണ്ടിട്ട് വൈകിട്ടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ നിന്ന് വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം, ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷൻ പോയിട്ട് അവിടുന്ന് CCTV ഫൂട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട് വെറുതെ മേടിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു, അതിന്റെ ഫൂട്ടേജ് കിട്ടിയില്ല. എടാ നിയാദ് എവിടുന്നെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫൂട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ എൻ്റെ ഉമ്മ നല്ല രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എൻ്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ ഒക്കെ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ പറയുക, ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എൻ്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എൻ്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ടടക്കാണ് ഞാൻ ഡയറക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത്, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് രക്ഷയാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് രൂപയാണ് അതിൻ്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 രൂപ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് രൂപയാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് അവൻ എന്താണ് പറഞ്ഞത്, ജാസിക്ക് പ്രൊമോഷൻ. ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താണെന്നറിയോ? എടാ ഞാൻ അത് പറയുന്നില്ല. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. എന്റെ ഫീലിംഗ്സ് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ. കാരണം എന്താ അറിയാ, 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കൂടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ടില്ലടാ. 5-6 മാസം ഞാൻ അവിടെ നിന്നിട്ട് എനിക്കൊരു ഉറുപ്പ്യ സാലറി. ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായിന്. ആ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുന്ന സമയം എപ്പോഴാണ്, രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ ഒരു 10 മണി 11 മണിക്ക് എണീക്കണം. ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ്, അത് കഴിഞ്ഞിട്ട് രാത്രിക്കത്തിൽ ഫുഡ്. ഇതിൻ്റെ ഇടയിൽ ഓൻ്റെ എന്തെങ്കിലും അലക്കാൻ കൊണ്ടുപോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്പിൻ വീൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ പറയണം. ആ സമയത്ത് എൻ്റെ ജാസി എന്നുള്ളൊരു ക്യാരക്ടറിലുണ്ടായിന്. മീശയിൽ ഇത്ര മേടിച്ചിട്ട് ഇവൻ പറഞ്ഞ് അങ്ങനെ ചെയ്താലേ ഇത് അടിപൊളിയാവുന്നല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തടാ. കഷ്ടപ്പെട്ട് ഇതെല്ലാം ഞാൻ ചെയ്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രൊമോഷൻ വന്നിട്ടാ. എനിക്ക് ആകെ വന്ന പ്രൊമോഷൻസ് എത്രയാടാ? നിങ്ങൾ എൻ്റെ പേജിൽ കയറി നോക്കി ഇതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റൂലടാ. പിന്നെ എന്തിനാടാ ഓൻ്റെ പാത്രം കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾക്ക് അറിയാലടാ ഓൻ പറയുന്നു. ഓൻ അത്ര നല്ലോനാണോ? എൻ്റെ പേജിൽ കയറി നോക്കി. ഞാൻ മൊത്തത്തിൽ ഒരു 12-13 പ്രൊമോഷനെ ചെയ്ത. ഒന്ന് അരിച്ചോക്കടാ. 12 കൂടി അരിക്കണം. അതായത് ഒരു വർഷത്തേക്കൊന്ന് അരിച്ചോക്കടാ. അപ്പം നിങ്ങൾക്ക് തിരിയും എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു മാസം എൻ്റെ വീട്ടിലേക്ക് ഒരു മാസം കൊടുക്കണം 12,000 രൂപ കുറിക്ക് മാത്രം. ഓരോ കാറ്റിനോട്ടിട്ട് നമ്മളൊന്നും വലിയ റിച്ചോ പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല. എടാ എന്തിനാടാ പച്ച? ഞാൻ 2-3 പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ ചെയ്തില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ഷമീറിൻ്റെ ഒരു വോയിസ് കേട്ടല്ലോ, പോയി അലക്കട അതാക്കട ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം ഇവൻ ബാൻ തരും എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ. ഇല്ല സ്പിൻ വീലിൻ്റെ ആ ബെയറിംഗ് ശരി. ഇവൻ പച്ചക്കള്ള എന്തിനാ പറഞ്ഞത്? ആ സ്പിൻ വീല് ശരിയാക്കിയ നീയാതെ ഞാനാണടാ. സ്പിൻ വീല് ശരിയാക്കി. എന്തിനാടാ കള്ളത്തരം പറയുന്നത്? ഉളുപ്പില്ലാത്തവൻ. അത് എവിടെ കറങ്ങണം എവിടെ നിൽക്കണം എന്ന് നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തില്ലടാ. ഈ ഷമീർ ഷഡ്ഡിട്ട് തുള്ളാൻ ഞാനല്ലടാ സെറ്റ് ചെയ്തത്. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാടാ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണോ? ഇവന്റെ സ്ക്രിപ്റ്റും എത്രത്തോളം നിനക്ക് ചാക്കിട്ട് വാരി നിനക്ക് ഇതാക്കാൻ പറ്റൂടാ. നീ എത്ര പൈസ വേണമെങ്കിലും ഇറക്കിക്കോ. നീ നോയിക്കോ. നിന്റെ 1 ഡേ എന്ന് പറയുന്ന ആ സാധനം, നിന്റെ 1 ഡേ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഇതിൽ എനിക്ക് ഹെയ്റ്റ് തന്നാലും വേണ്ട എന്ത് തന്നാലും വേണ്ട, നിന്റെ 1 ഡേ എന്നുള്ള സാധനം ഉണ്ടേ. ഫുണ്ടേ ഇത് ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീയോടാ. നീ വയറ്റുണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് ഇതൊന്നും പുറത്ത് വരണ്ട. ഞാൻ അവർക്ക് ബാൽക്കണി ഇരിക്കുമ്പോൾ കേട്ടതാ. 50,000 രൂപ ഓള് ചോദിച്ചിട്ട് റാംബോ ഡീൽ ചെയ്തത്. നീ ഒരിക്കലും ഭർത്താനം പറ്റില്ല. 50,000 രൂപ അയച്ചു കൊടുത്തത്. അത് കേൾക്കുന്ന ഇവന് വയറ്റിലുണ്ടാക്കി കൊടുത്ത എല്ലാ ആൾക്കാരും ദയവ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് എന്തായാലും പൈസ കിട്ടിയല്ലോ. ഇനി വേണമെന്നിട്ട് നമ്മളും തരാം. ഓൻ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ പ്രൂഫും ഓൻ അബോർഷൻ ചെയ്തു എല്ലാ കാര്യങ്ങളും ഒന്ന് വന്നിട്ട് ദയവ് ചെയ്തിട്ട് പറ. ഓൻ്റെ ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസ ഞാൻ തരാം. എൻ്റെ വീടിൻ്റെ ആധാരം വിറ്റ് ഞാൻ തരാം. എനിക്ക് വേണമെങ്കിൽ തരും. കാരണം എനിക്ക് നാളെ ഇവിടെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ടാ ഓൾറെഡി ഉള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദയവ് ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാളും വിശ്വസിക്കലടാ. 6 മാസം എന്നിട്ട് ഒരു ഉറുപ്പിക്ക് തന്നിട്ടില്ല. എന്നിട്ട് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്ത് എൻ്റെ പേജിൽ കയറി ഒക്കെ അങ്ങ് കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ.
അതിനൊക്കെ ഓരോ മാസം എത്ര പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ തന്നെ ഒരു മാസം 10,000 റുപ്യോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബാക്കി എവിടെയെങ്കിലും പോയി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താലും വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളെല്ലാം കിട്ടും. എടാ എന്നിട്ട് എന്തിനാണ് നിന്നെ ഭീഷണി നിന്റെ നേരെ നോക്കിയിട്ടൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാരല്ല നമ്മൾ. നീ പറയുന്ന എല്ലാ കാര്യവും ഈ ഷമീറിന് കള്ള് കൊടുത്തിട്ട് നീ അവിടുന്ന് എന്തെല്ലാം ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും നീ ഒരു വീഡിയോ ഇടും. ഏത് വീഡിയോ ആയിരിക്കും അറിയാം. എൻ്റെ മനപ്പൂർവ്വം എനിക്ക് മനസ്സ് തോന്നുന്നു ഷമീറിന് നീ കള്ള് കൊടുത്തിട്ട് പറഞ്ഞത് ഡാഡാ ഡാൻസ് കളിക്കടാ, എന്നിട്ട് അത് കണ്ടിട്ട് നീ ഇങ്ങനെ ആക്കിയ കാര്യം, എന്നിട്ട് സ്റ്റെപ്പുമ്പോൾ കയറി പോകുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നീ നാളെ ഇടും. ഇതെല്ലാം എനിക്കറിയാടാ. പക്ഷെ നിനക്ക് തെറ്റിപ്പോയ കാര്യം എൻ്റെ ഇതിലടാ. നീ അതെ എടാ വൺ ഡേ എന്ന് പറയുന്ന ഫുണ്ടേ